ഹലോ ഗൈസ്, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് ഫുഡ് വ്ളോഗ്സ് കണ്ട് മടുത്ത് ഞാൻ ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ അറിയണമല്ലോ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രൂത്ത് ചെക്ക് സീരീസ് ആണിത്. ഇതിൽ ഭൂരിഭാഗം പേരും പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ ഫോളോവേഴ്സിനോട് ഇവര് നീതി പുലർത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പലപ്പോഴും നമുക്ക് നല്ല എക്സ്പീരിയൻസ് അല്ല ഇത് കണ്ടുപോയി കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഇവർ ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോയി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഫുഡ് കഴിച്ച് അതിന് സത്യസന്ധമായ അഭിപ്രായം പറയാം. ഇനി റെസ്റ്റോറന്റ് ഓണേഴ്സിനോട്, ഇത് നിങ്ങളുടെ ഭക്ഷണത്തിന് മോശം പറയാനോ നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല, പകരം ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഫുഡ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇനി ഞാൻ ഈ സീരീസിന്റെ ഫസ്റ്റ് ഫുഡ് സ്പോട്ടിനെ പറ്റി പറയാം. ഇത് തോപ്പുംപടിയിലുള്ള ടബാസ്കോ. ഇത് കഴിഞ്ഞിടക്കാണ് വന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി കണ്ടായിരുന്നു, അടിപൊളി ഷവായ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആർട്ടിസ്റ്റ് മച്ചൻ നമസ്കാരം കൊച്ചി എന്നുള്ള പേജുകളിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അത്ര ഹൈപ്പാണ് അവർ തന്നത്. അത്ര കിടിലൻ ഷവായ അവർ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ കാണാത്ത ഷവായ എന്ന് വിചാരിച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ അവിടം വരെ പോയത്. പക്ഷെ നല്ല ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഒരു ഷവായി മന്തിയാണ് ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തത്, മസാല ഷവായി. മസാല എന്നൊക്കെ പറഞ്ഞാൽ അകത്തുനിന്ന് ഒരു കപ്പില് മസാല വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. അത് ഈ താഴെ കാണുന്നത് ഒരു വെള്ളം പോലത്തെ സാധനം കൊണ്ടുവന്ന് ഒഴിച്ചതാണ്. അതേപോലെ തന്നെയായിരുന്നു അതിന്റെ ടേസ്റ്റും. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ഷവായി. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ഷവായി അവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം കൊച്ചിന്ന് കഴിച്ചിട്ടുള്ള ഷവായി ഒക്കെ ബെറ്റർ ആയിരുന്നു. ഇനി ഇതിന്റെ മന്തി റൈസ്. അത് റൈസിന് ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നില്ല. കഴിക്കാനെങ്കിലും തോന്നുന്നുണ്ട്, ഒരു ഫ്ലേവർ ഇല്ലാത്ത റൈസ് ആയിരുന്നു അത്. പിന്നെ സർവീസ് ഫുഡിനേക്കാളും മോശം. ഞങ്ങളിരുന്ന ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്തതാ ക്ലീൻ ചെയ്തതാന്ന് പറഞ്ഞൊരു 3-4 പ്രാവശ്യം അവരെ വിളിച്ചു. അവര് കേൾക്കുന്നുണ്ടായി വരാമെന്നും പറഞ്ഞു. പക്ഷെ എത്ര നേരം കഴിഞ്ഞിട്ടും അവരാരും വന്നില്ല. അത്രക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നമ്മളതെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കണമായിരിക്കും. ഇനി ഞാൻ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി കഴിച്ചു നോക്കിയിട്ട് സത്യസന്ധമായി ഉള്ളതാണില്ലെന്നൊന്ന്